പറഞ്ഞു, എന്റെ പൊന്നാര മോനെ, നീ അങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്നൊരു അഭിമാനമായിരുന്നു അവിടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മസലുഹാ കമസലിൽ മുഅ്മിൻ. എന്താ കാരണം എന്നറിയോ? ഏറ്റവും കടുത്ത ചൂടിലുണ്ടാകുന്ന വൃക്ഷമാണിത്. തെങ്ങ് കൂടെ കൊണ്ടു നോക്കി, തെങ്ങ് കായ്ക്കുന്നുണ്ടോ? നമ്മൾ ബീച്ചിലൊക്കെ വെച്ചിരിക്കും തെങ്ങ്, പക്ഷെ ഒരു ഇളനീര് പോലെ ഉണ്ടാവില്ല. ഈ ചൂടൊന്നും തെങ്ങിന് സർവൈവ് ചെയ്യാൻ പറ്റൂല. ഏറ്റവും കഠിനമായ സ്ഥലത്ത്, അതാണല്ലോ സർവൈവൽ എന്ന് പറഞ്ഞാൽ. നല്ല സുഖകരമായി ജീവിക്കാൻ എയർ കണ്ടീഷൻഡ് റൂമിൽ ഏത് കുട്ടിക്കും ജീവിക്കാൻ പറ്റും. പക്ഷെ പുറത്ത് ആ നാച്ചുറൽ ക്ലൈമറ്റിൽ ജീവിക്കാൻ പറ്റുമോ ഇല്ലേ? അതാണ് വിഷയം. ഈത്തപ്പന കൊണ്ടുപോയ നാട്ടിൽ ഉണ്ടാവണില്ലല്ലോ, അത് പറയരുത്. നാട്ടിൽ നല്ല മൈൽഡ് ക്ലൈമറ്റാ. ഇതുപോലെയുള്ള ഒരു അറിജ്, വളരെ ബാരൻ ലാൻഡിൽ കൊണ്ടുപോയി ഇവിടെ ഉണ്ടാകുന്ന ഒരു വൃക്ഷം, അതിന്റെ മഹത്വം മറ്റൊരു വൃക്ഷത്തിനില്ലല്ലോ. നമ്മളൊക്കെ കേരളീയരാണ്, തെങ്ങിനോട് വല്ലാതെ ഒരു വാശി ഉണ്ടാവും നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറയണത്. അതുകൊണ്ടൊന്നല്ല, നമ്മൾ കേരളീയർ തന്നെ. കേരളം നാളികേരത്തിന്റെ നാടാ, അതൊക്കെ ശരിയാണ്. പക്ഷേ മുഅ്മിനായ മനുഷ്യന്റെ ഉദാഹരണം ഈത്തപ്പനയാണ്. കാരണം എന്താണെന്നറിയോ? ഏറ്റവും കടുത്ത പരീക്ഷണത്തിൽ ജീവിച്ചിരിക്കെ ഏറ്റവും മധുരമുള്ള പഴം. എന്താ ഈത്തപ്പഴത്തിന്റെ ഒക്കെ മധുരം? അത് പിന്നെ തേനിലും കൂടെ മുക്കി കഴിച്ചാൽ എന്തായിരിക്കും? ഈത്തപ്പഴം പിന്നെ ഒരു ചക്കരയുടെ കുടത്തിലൊന്നും ഇടേണ്ട ഒരു ആവശ്യമില്ല. അതെന്നെ മധുരമുള്ള സംഗതിയാണ് അല്ലേ? ഈ ലഡു ഒക്കെ പഞ്ചാരി കുത്തി തിന്ന ആൾക്കാരുണ്ടാവേ. സുബ്ഹാനല്ലാഹ്. ഈത്തപ്പഴത്തിന്റെ മധുരം തന്നെ എത്രയാ! അതും ഈ ഉണങ്ങിയ ഭൂമിയിൽ. എന്താ ഇപ്പൊ നമ്മുടെ ഇവിടെ അബുദാബിയിലെ മണ്ണ് അറിയില്ലേ? ഇതൊക്കെ ഇപ്പൊ നമ്മുടെ ഒമാനിലെ സലാലയിലെ മണ്ണ് പോലെയുള്ള അത്രയും ഫെർട്ടൈൽ മണ്ണാണോ? അല്ല. എന്നാൽ ഇവിടെ ഉണ്ടാകുന്ന ഈത്തപ്പഴത്തിന്റെ മധുരം എത്രയാണ്! അത് കായ്ക്കുന്നത് ഏറ്റവും തിളച്ചുമറിയുന്ന ചൂടിൽ. നമുക്കൊന്നും ഒരു 5 മിനിറ്റ് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റാത്ത ചൂട്. ആ ചൂടിൽ ഉണ്ടാകുന്ന ഏറ്റവും മധുരമുള്ള പഴം. അതിനേക്കാളും മധുരമുള്ള വേറൊരു പഴമില്ലല്ലോ ഈത്തപ്പഴത്തോളം മധുരമുള്ളത്. അപ്പോ മുഅ്മിനായ മനുഷ്യൻ ജീവിതത്തിൽ കഠിനമായ പരീക്ഷണത്തിൽ ജീവിക്കുന്ന ആളാണ്. പക്ഷെ അയാളെന്ന് എപ്പോഴും ഏറ്റവും നല്ലതേ ഉണ്ടാവൂ. ഒരുപാട് പരീക്ഷണങ്ങളുണ്ട്, ഒരുപാട് ടെൻഷനുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ ഇടയിലും നല്ല വാക്ക് പറയുന്ന ആളാ മുസ്ലിം, അവനാ മുഅ്മിൻ. ഏറ്റവും കഠിനമായ പരീക്ഷണത്തിൽ മറ്റുള്ള ആളുകൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുന്ന ആളാണ് സത്യവിശ്വാസി. മസലുഹാ കമസലിൽ മുഅ്മിൻ. അങ്ങനത്തെ മുഅ്മിനിന്റെ ഉദാഹരണം ഈത്തപ്പനയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മാത്രമോ? കുറഞ്ഞ വെള്ളം മതി ഈത്തപ്പനക്ക് സർവൈവ് ചെയ്യാൻ. കുറഞ്ഞ വെള്ളം മതി. എന്താ നമ്മൾ ഈ കാണുന്ന ആ കറുത്ത പൈപ്പ് ലൈൻ ഇല്ലേ? അതിലൊക്കെ വരുന്ന വെള്ളത്തിന്റെ അളവ് എത്രയാ? ഒരു ദിവസം മുഴുവൻ വെച്ച ഒരു കപ്പ് വെള്ളം ഉണ്ടാവില്ല അതില്. ചെറിയൊരു നനവ് ഇങ്ങനെ സ്പ്രെഡ് ആവുന്ന വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ ഈത്തപ്പനയുടെ മുൻപിലൊക്കെ? ലോറികൾ അടിച്ചു കൊടുക്കുന്നുണ്ടാവും ഒരു ദിവസത്തേക്ക് മുഴുവൻ, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക്, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരിക്കൽ. വളരെ കുറച്ച് വെള്ളം ഇതിന് മതി. ഇവാപ്പറേഷൻ ഏറ്റവും കൂടുതൽ ചൂടുള്ള ഡീഹൈഡ്രേഷൻ നടക്കുന്ന നാടാണിത്. നമ്മുടെ നാട്ടിലെ തെങ്ങിനെ പോലെയാണോ? അല്ലല്ലോ. നമ്മുടെ ക്ലൈമറ്റ്, ഇവിടുത്തെ ക്ലൈമറ്റ് നാട്ടിലേത് വ്യത്യാസമുണ്ടല്ലോ. ഈത്തപ്പന സർവൈവ് ചെയ്യുന്നത് കുറഞ്ഞ വെള്ളം കൊണ്ടാണ്. മുഅ്മിനായ മനുഷ്യൻ ഇങ്ങനെയാണ്. അവന് കുറച്ചു മതി. ഒരുപാട് വേണം, എനിക്ക് എത്രയോ വേണം, അങ്ങനെയൊന്നുമില്ല. മുഅ്മിനായ മനുഷ്യൻ ഉള്ളത് നല്ല ക്വാളിറ്റി, വളരെ കുറച്ച് വരുമാനം, കുറച്ച് വരവ്, എന്നാൽ നൽകുന്നത് ഏറ്റവും മനോഹരമായത്. കുറഞ്ഞ വെള്ളത്തിൽ ഏറ്റവും കൂടിയ ചൂടിൽ ഏറ്റവും മധുരമുള്ള പഴം നൽകുന്നത് ഈത്തപ്പനയല്ലാതെ മറ്റൊന്നില്ലല്ലോ. മസലുഹാ കമസലിൽ മുഅ്മിൻ. ഇത് മുഅ്മിനായ മനുഷ്യന്റെ ജീവിതത്തിന്റെ ഉദാഹരണമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുറഞ്ഞ വേതനത്തിന്, കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുകയും ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാവുകയും എന്നിട്ട് പോലും ഏറ്റവും നല്ലത് മാത്രം നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബത്തിനും നന്മ മാത്രം നൽകുകയും ചെയ്യുന്നത്, അതാണ് മുഅ്മിൻ. അതാണ് മുഅ്മിനായ ആണും പെണ്ണും. ഈത്തപ്പന പോലെയാണ്. കുറഞ്ഞത് മതി. കുറെ എനിക്ക് വേണം, എനിക്ക് അത്ര സാരി വേണം, എനിക്ക് അത്ര പർദ്ദ വേണം എന്ന് പെണ്ണ് പറയല്ല, ആണ് പറയല്ല. എനിക്ക് അത്ര വേണം, പടച്ചോനെ ശമ്പളം അത്ര പോരല്ലോ, അള്ളാഹു നീ എത്ര തന്നാലും ഉള്ളതിൽ ബറക്കത്ത് തരണേ എന്ന് ചോദിക്കണം മുഅ്മിനീങ്ങളെ. ശമ്പളം നമ്മൾ അള്ളാഹ്ക്ക് എഴുതി കൊടുക്കണ്ട. പടച്ചോനെ എനിക്കൊരു 5000 രൂപേന്റെ ശമ്പളം എന്താ ഇത് ചോദിക്കരുത്. അത് 1000 അള്ളാഹു തന്നാലും ഇനി 500 തന്നാലും നമുക്കതൊക്കെ പേടിയാവും പറയാൻ തന്നെ അല്ലേ. അള്ളാഹു അതിൽ ബറക്കത്ത് തന്നാൽ ഇത് പോരെ മുഅ്മിനെ? നമുക്കൊരു ആരോഗ്യപരമായ പ്രശ്നങ്ങളില്ലാതെ, മാനസിക ബുദ്ധിമുട്ടില്ലാതെ, അല്ലാഹുമ്മ ജഅൽ ഖൂത ആലി മുഹമ്മദിൻ കഫാഫ, അല്ലാഹുവേ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് നീ നൽകുന്നത് കഫാഫൻ, ജീവിക്കാൻ ആവശ്യമായത് തന്നാൽ മതി പടച്ചവനെ എന്ന് ദുആ ചെയ്തിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരോടും കൈ നീട്ടേണ്ട ഒരു അവസ്ഥ വരാതെ, തന്റെ ചെലവുകൾ കഴിഞ്ഞു പോകത്തക്ക രീതിയിൽ ഒരു വരുമാനം, ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ. ബാക്കി നമ്മൾ ചെയ്തോളൂ,
അതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് നന്മ ചെയ്യാൻ കഴിയണം. ബാക്കി ഒരുപാട് ആളുകൾക്ക് സന്തോഷം കൊടുക്കാൻ അതുകൊണ്ട് സാധിക്കണം. നമ്മുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളത് ബാക്കിയുള്ള ആളുകൾക്ക് അവകാശപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. മസലുഹാ കമസലിൽ മുഅ്മിൻ, ഏറ്റവും മധുരമായ വാക്കാണ് മുസ്ലിം പറയുള്ളൂ. അങ്ങനത്തെ വാക്കുകളെ മുഅ്മിൻ ഉപയോഗിക്കുകയുള്ളൂ. മുഅ്മിനിന്റെ ഉദാഹരണം ഈത്തപ്പനയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി ثم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.